Good morning, students. Today we are discussing a new topic, e-governance, and the meaning, definition, benefits, and advantages of e-governance. Okay, let's start. Due to the rapid rise of internet and digitalization, governments all over the world are initiating steps to involve IT in all governmental process. This is the concept of e-government or e-governance. എന്താണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സും അത് സിറ്റിസൺസിന് ആവശ്യമായ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയായിക്കോട്ടെ, അല്ലെങ്കിൽ സിറ്റിസണായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയായിക്കോട്ടെ, അവർക്ക് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രോസസ്സും ഡിജിറ്റൽ ഡിവൈസസിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ICTയുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് സ്റ്റാൻഡ് ഫോർ ഇലക്ട്രോണിക് ഗവേണൻസ്. ദ ടേം ഇ ഗവേണൻസ് ഈസ് ബേസിക്കലി ദ ആപ്ലിക്കേഷൻ ഓഫ് ICT to the process of government functioning in order to bring about a specular ചേഞ്ച്. അതായത് ഇതുവരെയുള്ള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരുന്ന സിമ്പിൾ ടു കോംപ്ലക്സ് സർവീസസ് അത് എല്ലാത്തിലും ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിങ്ങിൻ്റെ ഫങ്ഷനിങ്ങിൽ ICT ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെക്കുലർ ചേഞ്ച് വരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. E-governance is the application of ICT for delivering government services, exchanging information, communication, transaction, integration of various stand-alone system and services between customer relationship, G2B, G2C, as well as back office process and interaction within the entire government ഫ്രെയിംവർക്ക്. അതായത് ഗവൺമെൻറ്റിൻ്റെ എൻറ്റയർ ഫ്രെയിംവർക്ക്, അത് G2B ഗവൺമെൻറ് ടു ബിസിനസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ടു കസ്റ്റമർ ആയിക്കോട്ടെ, ഗവൺമെൻറ് ടു സിറ്റിസൺ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സും അത് ഗവൺമെൻറ് സർവീസസ് ആയിരിക്കാം, ഗവൺമെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ആ എല്ലാ ഒരു ഗവൺമെൻറ് ഫ്രെയിംവർക്കിലും ICT യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ e-governance എന്ന് പറയുന്നത്. E-governance or e-government is generally understood as the use of ICT at all levels of government in order to provide services to the citizens, interaction with the enterprises and communication and exchange of information between different agencies of the government in a speedy, convenient, efficient and transparent manner. നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസിയിലേക്കും എല്ലാ ഏജൻസികളുടെ ഇടയിലും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുകയായിക്കോട്ടെ, കസ്റ്റമറിന് സർവീസ് സിറ്റിസൺസിന് ആവശ്യമായ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്പീഡി മാനറിൽ കൺവീനിയൻ്റ് ആയിട്ട്, എഫിഷ്യൻ്റ് ആയിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ICT ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്? ഈ ഗവേണൻസ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ ദ പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഫങ്ഷനിങ്. ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ ദി പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഫങ്ഷൻ. ഓക്കെ, ദെൻ രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. E-governance can be defined as the application of communication and information technology for providing government services, exchange of information, transaction, integration of previously existing services and information portals. എന്താണ് ICT അപ്ലൈ ചെയ്യുന്നു? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്രൊവൈഡിങ് ഗവൺമെൻറ് സർവീസസ്, എക്സ്ചേഞ്ചിങ് ഓഫ് ഇൻഫർമേഷൻ, ട്രാൻസാക്ഷൻ, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് സർവീസസ്, ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി, ആൻഡ് ഇൻഫർമേഷൻ പോർട്ടൽ, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻ പോർട്ടൽ അവൈലബിൾ ആണ്. അതിന് ആ ഒരു എക്സിസ്റ്റിംഗ് സർവീസസും ഇൻഫർമേഷൻ പോർട്ടലുമായിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ICT ഉപയോഗിക്കുന്നത്. അതാണ് എന്താ പറയുക, ഈ ഗവേണൻസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ വേറൊരു ഡെഫിനിഷൻ പറയുന്നത്, ഈ ഗവേണൻസ് എക്സ്പാൻഡ്സ് ടു ഇലക്ട്രോണിക് ഗവേണൻസ് and it is the integration of ICT in all the processes with the aim of enhancing
ഗവൺമെൻറ് എബിലിറ്റി ടു അഡ്രസ് ദ നീഡ് ഓഫ് ജനറൽ പബ്ലിക്, അല്ലേ? ജനറൽ പബ്ലിക്കിൻ്റെ എല്ലാ നീഡും വളരെ എഫിഷ്യൻ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ICT ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ e-governance എന്ന് പറയുന്നത്. The basic purpose of e-governance is to simplify the process for all government, citizen, business, etc. at a national, state and local level. നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, ലോക്കൽ ലെവലിൽ എല്ലാവരുടെയും പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെയും സിറ്റിസൺസിൻ്റെയും ബിസിനസ്സിൻ്റെയും പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു e-governance കൊണ്ട് മെയിനായിട്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് e-governance. ഓക്കെ, ദെൻ നീഡ് ഓർ ബെനിഫിറ്റ് ഓഫ് e-governance. ഫസ്റ്റ് വൺ, ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി സർവീസ് ഫോർ citizens. E-governance provides timely and reliable information on various aspects of governance. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട സർവീസസ് ആൻഡ് ഇൻഫോർമേഷനെ കുറിച്ച് ക്വിക്കായിട്ടുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ സർവീസസ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വന്നതുകൊണ്ട് ഗവൺമെൻറ് സർവീസൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം പാൻ കാർഡ് എടുക്കുക, റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുക, ആധാർ, അങ്ങനെയുള്ള ഗവൺമെൻറ് സർവീസസ് എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. വളരെ ക്വാളിറ്റി സർവീസ് എന്ത് ചെയ്യാൻ സാധിക്കും, എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ ടൈം സേവിങ്. The service provided by the government through their websites have many benefit both for the government and its citizens. അല്ലേ, ആ ഒരു ഗവൺമെൻറ് ഈ അവരുടെ വെബ്സൈറ്റിലൂടെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ബോത്ത് പാർട്ടീസ് ആർ ഏബിൾ ടു സേവ് ദയർ ലോട്ട് ഓഫ് ടൈം. ഒരുപാട് സമയം എന്ത് ചെയ്യാൻ സാധിക്കും, സേവ് ചെയ്യാൻ സാധിക്കും. പണ്ട് കാലങ്ങളൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങണമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓൺലൈൻ എടുക്കുന്നു, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു, വീട്ടിൽ ഇരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ദെൻ തേർഡ് വൺ, കോസ്റ്റ് റിഡക്ഷൻ. Most of the government expenditure is used towards the cost of stationery. Paper-based communication needs lots of stationery, printers and other materials which involves heavy expenditure. അതായത് പണ്ട് കാലങ്ങളിൽ എല്ലാ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഏതായിരുന്നു, സ്റ്റേഷനറി വാങ്ങാനുള്ള എക്സ്പെൻഡിച്ചർ ആയിരുന്നു. പേപ്പർ, അതേപോലെ പ്രിൻറ്റിങ്, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ. ഈ ഒരു ICTയുടെ ഉപയോഗത്തോടു കൂടി ഈ ഒരു എക്സ്പെൻഡിച്ചറൊക്കെ ഒരുപാട് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ട്രാൻസ്പെറൻസി. യൂസ് ഓഫ് ICT മേക്ക് ഗവൺമെൻറ് പ്രോസസ് വെരി ട്രാൻസ്പെറൻറ്റ്. വളരെ സുതാര്യമായി മാറ്റാൻ ഏത് സഹായിക്കുന്നുണ്ട്, ഈ പറയുന്ന ICT സഹായിക്കുന്നുണ്ട്. ദെൻ അക്കൗണ്ടബിലിറ്റി. One of the governing process is made transparent. The government is automatically made accountable. എന്താണ് ഒരു പ്രോസസ്സ് ട്രാൻസ്പെറൻ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഗവൺമെൻറ് കൂടുതൽ എന്താവുന്നു, അക്കൗണ്ടബിൾ ആകുന്നു. അതായത് എല്ലാ പ്രോസസ്സും സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, കാണാവുന്ന രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സുകളും ഈ ഗവേണൻസ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് കൂടുതൽ എന്തായിരിക്കും, അക്കൗണ്ടബിൾ ആയിരിക്കും. കാരണം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകിയാൽ അതിന് ഉത്തരവാദിത്വം ആര് പറയേണ്ടി വരും, ഗവൺമെൻറ് പറയേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ എന്തായി, അക്കൗണ്ടബിൾ ആയി എന്നുള്ളതാണ്. ദെൻ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് e-governance ഈസ് ദാറ്റ് ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ കറൻറ്റ് സിസ്റ്റം ഓഫ് പേപ്പർ വർക്ക്. ഇറ്റ് റെഡ്യൂസ് ദ നീഡ് ഫോർ മാൻ പവർ ഓഫ് ഡീലിംഗ് വിത്ത് പേപ്പർ ബേസ്ഡ് വർക്ക്. അല്ലേ, ഈ ഒരു പേപ്പർ ബേസ്ഡ് വർക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് സർവീസസിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവേണൻസ്. Adoption of e-governance would helps in bring government machinery to the doorsteps of the citizens. അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസസും ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വ്യക്തിക്കും അവരുടെ വീട്ടിലിരുന്ന് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ എല്ലാ മെഷീനറിയും, ഗവൺമെൻറ് മെഷീനറിയും എന്താണ്, അവൈലബിൾ ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഗവൺമെൻറ് സർവീസസിൻ്റെ റീച്ച് എന്ന് പറയുന്നത് എന്തായി, വളരെ എക്സ്പാൻഡഡ് ആയി. ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് e-governance.
Then next one, disadvantages of e-governance. First one is lack of equality in access to the internet. Digital divide നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരേപോലെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല, ICT ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്. ദ ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് ടു ദ ഇൻ്റർനെറ്റ് ടെക്നോളജി ആൻഡ് ദ എബിലിറ്റി ടു ആക്സസ് ടു കമ്പ്യൂട്ടർ ആർ ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് ഗവേണൻസ്. അത് ഉപയോഗിക്കാൻ അറിയാതിരിക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുക. അത് പല കാരണം കൊണ്ടായിരിക്കാം, കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, പല കാരണം കൊണ്ട് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഗവേണൻസ് ശരിയായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആക്സസ് ചെയ്യാൻ സാധിക്കില്ല, റീച്ച് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് സൈബർ ക്രൈം. Even though the level of security offered by the government website is very high, the public are still concerned over security of doing transaction and providing personal informations. ഇപ്പോൾ ഈ സൈബർ ക്രൈമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സൈബർ ക്രൈം കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വെബ്സൈറ്റുകളൊക്കെ ഹൈലി സെക്യൂർഡ് ആണ്. എന്നിരുന്നാൽ പോലും ആളുകൾക്ക് ഈ ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ എന്താണ്, പേടിയാണ്. അവർക്ക് അതിനോട് വലിയ വിശ്വാസമില്ലാത്തതാണ് വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഹൈ സർവൈലൻസ്. ഈവൻ ദോ ഗവൺമെൻറ് അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് പബ്ലിക് സർവീസ് ത്രൂ ഗവേണൻസ് ഇംപ്ലിമെൻറ്റേഷൻ, ദർ ഈസ് ഓൾസോ പോസിബിലിറ്റി ടു ഇൻക്രീസ് സർവൈലൻസ് ഓവർ people. Once e-governance initiatives start to develop, citizens will be forced to share their personal information in order to electronically interact with the government. This could lead to a lack of privacy for citizens, since government obtains more and more information about the people. അടുത്ത ഹൈ സർവൈലൻസ് എന്നുള്ളതാണ്. അതായത് ഈ ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഗവൺമെൻറ് അവരുടെ കൂടുതലായിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ പ്രൈവസി എന്ത് ചെയ്യപ്പെടുന്നു, നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഫോൾസ് സെൻസ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഗവൺമെൻറ്റൽ ട്രാൻസ്പെറൻസി ഓഫ് ഗവേണൻസ് ഈസ് ഡൗട്ട്ഫുൾ ബിക്കോസ് ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ ഗവൺമെൻറ് ദംസെൽസ്. അതായത് ഒരു ഈ ഗവേണൻസിലൂടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഡൗട്ട്ഫുള്ളാണ്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ വെബ്സൈറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിലൂടെ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഗവൺമെൻറ് തന്നെയാണ്. ഈ വെബ്സൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്, ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫുള്ളി അക്കൗണ്ടബിൾ ആണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ്ലി, കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ. An efficient e-governance system or e-government system require all citizens or at least the vast majority to have access to the internet. ഈ ഒരു e-governance എഫിഷ്യൻ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു മെജോറിറ്റി ആളുകൾക്കും എന്തിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം, ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. Therefore, internet enabled devices, hardware, etc. are very costly. അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് എനേബിൾഡ് ഡിവൈസസ് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡുള്ള ഹാർഡ്വെയർ എന്നൊക്കെ പറയുന്നത് എന്താണ്, വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സിറ്റിസൺസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. These are the disadvantages of e-governance. Okay, today we are discussing about meaning, definition, advantages and disadvantages of e-governance. E-governance simply means application of information and communication technology in the government functioning. Okay, thank you.